ആഭ്യന്തര വകുപ്പിന് ചോദ്യങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. കമ്മീഷണർ പ്രശ്നം സൃഷ്ടിച്ചെന്നുള്ള റിപ്പോർട്ട് വാദം പൊളിഞ്ഞു. കയർക്കുന്ന ദൃശ്യം പുറത്തായതോടെ ചർച്ചകളും തുടങ്ങിയിരിക്കുകയാണ്. തൃശ്ശൂരുമായും പൂരവുമായും ബന്ധമുള്ള ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരെ അടക്കം പൂരം ഡ്യൂട്ടിയിൽ നിന്ന് മാറ്റി നിർത്തിയത് അന്വേഷിക്കണമെന്നും സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടിലുണ്ട്. കമ്മീഷണറുടെ കർക്കശ നിലപാട് പോലീസ് സമൂഹത്തിന് ഒന്നടങ്കം കളങ്കമുണ്ടാക്കി. പൂരത്തിന് ഏറെ വിയർപ്പൊഴുക്കിയ പോലീസുകാർ വരെ പഴി കേൾക്കേണ്ടി വന്നു. ഏതായാലും സംസ്ഥാന സർക്കാരിനും മുഖ്യമന്ത്രി പിണറായി വിജയനും ആഭ്യന്തര വകുപ്പിനും CPM-നും ഒരേ സമയം പല ചോദ്യങ്ങൾ. തൃശൂർ പൂരത്തിന് തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ അങ്കിത് അശോകൻ പ്രശ്നം സൃഷ്ടിച്ചെന്ന് കാണിച്ച് ആഭ്യന്തര വകുപ്പിന് സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ട് നൽകിയതായുള്ള സൂചനകളാണ് ചർച്ചയാകുന്നത്. അന്വേഷണത്തിന്റെ പ്രാരംഭഘട്ടത്തിൽ തന്നെ കമ്മീഷണറെ സ്ഥലം മാറ്റിക്കൊണ്ട് ഉത്തരവിറങ്ങിയത് പരാതിയിൽ കഴമ്പുണ്ടെന്ന് ബോധ്യപ്പെട്ടതിന്റെ സൂചനയാണെന്നാണ് ചർച്ചകൾ. തൃശ്ശൂരുമായും പൂരവുമായും ബന്ധമുള്ള ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരെ അടക്കം പൂരം ഡ്യൂട്ടിയിൽ നിന്ന് മാറ്റി നിർത്തിയത് അന്വേഷിക്കണമെന്നും സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടിലുണ്ട്. കമ്മീഷണറുടെ കർക്കശ നിലപാട് പോലീസ് സമൂഹത്തിന് ഒന്നടങ്കം കളങ്കമുണ്ടാക്കി. പൂരത്തിന് ഏറെ വിയർപ്പൊഴുക്കിയ പോലീസുകാരും പഴികേൽക്കേണ്ടി വന്നു. പൂരം ദിവസം നടത്തിയ ലാത്തിചാർജ് അകാരണമായിരുന്നുവെന്നും ഒഴിവാക്കാൻ സാധിക്കുന്നതായിരുന്നുവെന്നും റിപ്പോർട്ടിലുണ്ട്. അങ്കിത് അശോകൻ കഴിഞ്ഞ വർഷത്തെ പൂരത്തിനിടെയും വടക്കുംനാഥ ക്ഷേത്രാങ്കണത്തിൽ ലാത്തിചാർജ് നടത്തിയ കാര്യവും റിപ്പോർട്ടിലുണ്ട്. പൂരം നാളുകളിൽ വൻകിട ഹോട്ടലുകളിൽ പോലീസ് സൗജന്യമായി മുറിയെടുക്കുന്നുവെന്ന പരാതിയും ഉയർന്നു. ഉന്നത ഉദ്യോഗസ്ഥരുടെ പേര് പറഞ്ഞ ഓരോ ഹോട്ടലിലും 2-3 മുറികളാണ് പൂരനാളുകളിൽ സൗജന്യമായി വാങ്ങുന്നത്. ഇതേപ്പറ്റിയും അന്വേഷണം നടത്താൻ നിർദ്ദേശമുണ്ട്. തൃശൂർ പൂരത്തിന് പോലീസ് സേനാംഗങ്ങളിൽ ഒരാൾ പോലും മോശമായി പെരുമാറിയില്ലെന്ന പോലീസിന്റെ വാദം പൊളിച്ച ദൃശ്യങ്ങളും ചർച്ചയായിരിക്കുകയാണ്. പൂരനഗരി നിറയെ CCTV ഉണ്ടായിരുന്നെന്നും അതിലൊന്നിലും പോലീസിന്റെ മോശം പെരുമാറ്റം കണ്ടെത്താനായില്ലെന്നുമാണ് കഴിഞ്ഞ ദിവസം സിറ്റി പോലീസ് അറിയിച്ചത്. എന്നാൽ പോലീസ് കമ്മീഷണർ അങ്കിത് അശോകൻ തന്നെ മോശമായി പെരുമാറുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തുവന്നത്. പൂരത്തിന് ആനകൾക്ക് നൽകാൻ കൊണ്ടുവന്ന പനമ്പട്ടയും കുടമാട്ടത്തിനുള്ള കുടയും സിറ്റി പോലീസ് കമ്മീഷണർ അങ്കിത് അശോകൻ തടയുന്ന ദൃശ്യങ്ങളാണ് പ്രചരിച്ചത്. എടുത്തോണ്ട് പോടാ പട്ട എന്ന് പറഞ്ഞ് കമ്മീഷണർ കയർക്കുന്നത് ദൃശ്യങ്ങളിൽ കാണാം. കുടമാറ്റത്തിനായി കൊണ്ടുവന്ന കുഴകൾ കമ്മീഷണർ തടയുന്നതും ദൃശ്യങ്ങളിലുണ്ട്. കുടമാട്ടത്തിന് മുൻപായി ഗോപുരത്തിനുള്ളിലേക്ക് കുടകൾ കൊണ്ടുവന്നപ്പോഴാണ് തടഞ്ഞത്. കുടമാറ്റം നടക്കുന്നിടത്ത് സ്ഥലമില്ലെന്ന കാരണമാണ് പറഞ്ഞത്. പിന്നീട് ഇവരെ അകത്തേക്ക് വിട്ടു. തിരുവമ്പാടി ഭഗവതിയുടെ എഴുന്നള്ളിപ്പ് തടഞ്ഞും പൂരപ്രേമികൾക്ക് നേരെ ലാത്തിച്ചാർജ് നടത്തിയും പൂരനഗരി ബാരക്കേഡ് വെച്ച് കെട്ടിയടച്ചും പോലീസ് പൂരം അലങ്കോലപ്പെടുത്താൻ ശ്രമിച്ചതിലുള്ള വിമർശനം സാമൂഹിക മാധ്യമങ്ങളിൽ നിലച്ചിട്ടില്ല. സിറ്റി പോലീസിന്റെ ഫേസ്ബുക്ക് പേജിൽ പൂരപ്രേമികളുടെ വിമർശന പെരുമഴ തുടരുകയാണ്. എഴുന്നള്ളിപ്പും പഞ്ചവാദ്യവും പാതിവെടിയിൽ ഉപേക്ഷിച്ച് പൂരം നിർത്തിവെക്കാൻ തിരുവമ്പാടി ദേവസ്വം നിർബന്ധിതരായതിലെ പ്രതിഷേധവും ശക്തമാണ്. പൂരം ഡ്യൂട്ടിയിലുള്ള എല്ലാ സേനാംഗങ്ങൾക്കും പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള ഡ്യൂട്ടി ബ്രീഫിംഗ് എന്ന വിശദീകരണം ഇത്തവണ നടത്തിയില്ല. മേലുദ്യോഗസ്ഥർക്ക് മാത്രമായിരുന്നു ഡ്യൂട്ടി ബ്രീഫിംഗ്. മറ്റുള്ളവർക്ക് എവിടെയാണ് ഡ്യൂട്ടി എന്ന് പോലും അറിയില്ലായിരുന്നു. ഭൂരിഭാഗം പേരും ഡ്യൂട്ടി ബുക്ക് പോലും ഒപ്പിട്ട് വാങ്ങിയിട്ടില്ലെന്നും വിവരമുണ്ട്. വനിതാ ഉദ്യോഗസ്ഥരടക്കമുള്ളവർ ഇതോടെ വലഞ്ഞു. മറ്റ് ജില്ലകളിൽ നിന്നെത്തിയ പോലീസുകാരെ അടക്കം പൂരം എങ്ങനെ നടക്കുമെന്ന് കൃത്യമായി ധരിപ്പിക്കാറുണ്ട്. ചടങ്ങുകളും സമയക്രമങ്ങളും അറിയിക്കും. ഇതനുസരിച്ചാണ് ഡ്യൂട്ടി ക്രമീകരിക്കുക. രാവിലെ വരുന്ന ഘടകപൂരങ്ങളുടെയും പ്രധാന പൂരത്തിന്റെയും അടക്കം തനിയാവർത്തനം രാത്രിയിലുമുണ്ടെന്ന് അന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്നവർക്ക് അറിയില്ലായിരുന്നുവെന്നാണ് ആരോപണം. ഇതാണ് പൂരം എത്തുന്നതിന് മുൻപ് തന്നെ ബാരിക്കേഡുകൾ വെച്ച് വഴി അടയ്ക്കാനിടയാക്കിയതെന്നും പറയുന്നു. ജനങ്ങൾ തള്ളിക്കയറിയതോടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാർ ലാത്തിചാർജ് നടത്തുകയായിരുന്നു. ഏതായാലും പോലീസ് നടപടികൾ തൃശൂർ പൂരം അലങ്കോലമാക്കിയെന്ന ആക്ഷേപത്തിന് പിന്നാലെ 2 ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി. തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ അങ്കിത് അശോകൻ, അസിസ്റ്റന്റ് കമ്മീഷണർ K. സുദർശനൻ എന്നിവരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതിയോടെ സ്ഥലം മാറ്റി. പരാതികൾ അന്വേഷിച്ച് ഒരാഴ്ചയ്ക്കകം റിപ്പോർട്ട് നൽകാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബിനോട് നിർദ്ദേശിച്ചു. സ്ഥലം മാറ്റപ്പെട്ട ഇരുവർക്കും പകരം നിയമനം നൽകിയിട്ടില്ല. തൃശൂർ പൂരം അലങ്കോലമാക്കിയതിന് പിന്നിൽ പോലീസിന്റെ ഭാഗത്തു നിന്നും ഗുരുതരമായ വീഴ്ചയുണ്ടായെന്ന വ്യാപകമായ ആക്ഷേപം ഉയർന്നിരുന്നു. ഇതിന് പിന്നാലെ മുഖ്യമന്ത്രി പോലീസ് മേധാവിയോട് റിപ്പോർട്ട് ആവശ്യപ്പെടുകയും ചെയ്തു. പോലീസിന്റെ ഭാഗത്തു നിന്നും അനാവശ്യ നിയന്ത്രണങ്ങൾ ഉണ്ടായെന്ന് വ്യക്തമാക്കുന്ന തരത്തിലുള്ള വീഡിയോ ദൃശ്യങ്ങൾ പ്രചരിച്ചതും നടപടി വേഗത്തിലാക്കി. വോട്ടെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ സംഭവം കൂടുതൽ വിവാദമാകാതിരിക്കാനാണ് വേഗത്തിൽ നടപടിയുണ്ടായത്. പൂരം അലങ്കോലപ്പെടുത്താൻ പോലീസ് നടത്തിയ നീക്കത്തിന് പിന്നിലെ ഗൂഢാലോചനയെക്കുറിച്ച് ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് കേരള ഫെസ്റ്റിവൽ കോർഡിനേഷൻ സംസ്ഥാന കമ്മിറ്റി യോഗം സർക്കാരിനോട് ആവശ്യപ്പെട്ടു. പൂരം അലങ്കോലമാക്കിയ സിറ്റി പോലീസ് കമ്മീഷണറിനെതിരെ നടപടിയെടുക്കണമെന്ന് ഹിന്ദു ഐക്യവേദിയും ആവശ്യപ്പെട്ടു. പൂരത്തിന് വിവിധ വകുപ്പുകളിൽ നിന്ന് ഡ്യൂട്ടിക്കായി നിയോഗിച്ചിരുന്ന സർക്കാർ ജീവനക്കാരെ വിവിധയിടങ്ങളിൽ തടഞ്ഞ പോലീസ് നടപടിയിൽ NGO സംഘ് ജില്ലാ സമിതി പ്രതിഷേധിച്ചു. തിരിച്ചറിയൽ കാർഡുകൾ കാണിച്ചിട്ട് പോലും പോലീസ് പലരോടും അപമര്യാദയായി പെരുമാറിയെന്നാണ് ആക്ഷേപം.